അഫ്സൽ ഗുരുവിനു വേണ്ടി മുദ്രാവാക്യമുയർത്തുന്ന ജെഎൻയു വിദ്യാർത്ഥികൾ അതിർത്തി കാക്കുന്ന സൈനികരെ പറ്റി ഓർക്കണമെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ ദില്ലി ഹൈക്കോടതി വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ പകർച്ചവ്യാധി മാറ്റാൻ ആന്റിബയോട്ടിക്കിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തണം. വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാൻ സർവകലാശാല അധ്യാപകർ തയ്യാറാകണമെന്നും 23 പേജുള്ള വിധിന്യായത്തിൽ ജഡ്ജി ആവശ്യപ്പെട്ടു. ഉപകാർ സിനിമയിലെ ദേശഭക്തി ഗാനമായ മേരെ ദേശ് കി ധർത്തി ഉദ്ധരിച്ചാണ് ജസ്റ്റിസ് പ്രതിഭ റാണിയുടെ വിധിന്യായം ആരംഭിക്കുന്നത്. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിന്റെ ലഘുലേഖയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ വിധിന്യായത്തിൽ കനയ്യയെയും സർവകലാശാലയിൽ പരിപാടി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെയും ജെഎൻയു അധ്യാപകരെയും രൂക്ഷമായി വിമർശിക്കുന്നു. സർവകലാശാലയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായ കനയ്യകുമാറിന് ഉത്തരവാദിത്തമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിരിക്കണം. സിയാച്ചിനിലടക്കം സൈന്യം അതിർത്തി കാക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ ഇവർക്ക് കഴിയുന്നത്. സർവകലാശാലയുടെ സുഖസംരക്ഷണത്തിൽ നിന്ന് മുദ്രാവാക്യമുയർത്തുന്ന ഇവർക്ക് ഓക്സിജനില്ലാതെ കഴിയുന്ന സൈനികരുടെ അവസ്ഥയിൽ 1 മണിക്കൂർ പോലും കഴിഞ്ഞുകൂടാനാകില്ല. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തെ അപമാനിക്കുന്നതാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ. ഉത്തരവാദിത്തവും സ്വാതന്ത്ര്യവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. കനയ്യകുമാറിന് ഭരണഘടനയ്ക്കകത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അധികാരമുള്ളൂ. അഫ്സൽ ഗുരുവിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥി സമൂഹം പുനഃപരിശോധിക്കണം. സർവകലാശാലയിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശരിയായ ദിശയിൽ നയിക്കണം. ഇത്തരം പരിപാടികൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജെഎൻയു അധികൃതർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ് ജെഎൻയു സംഭവത്തിൽ കാണുന്നതെന്നും ആന്റിബയോട്ടിക്കിലൂടെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. ക്യാമ്പസിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കനയ്യ തയ്യാറാകണമെന്ന വ്യവസ്ഥയിന്മേലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.